ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മൾ മാനസിക രോഗിയാണോ ബോഡി ഷെയ്മിംഗ് ആണെങ്കിൽ അങ്ങനെ പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടികളെ ചെയർമാന് വാർഡന്റെ ചുമതലയില്ല, വാർഡന്റെ പണി ചെയ്യണം, ട്യൂട്ടറുടെ പണി ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ചെയർമാൻ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ കയറി ഇതേപോലെ പരിശോധന നടത്തുന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്തതല്ലേ ഷാജർ? അതാണ് യഥാർത്ഥത്തിൽ മൻസൂർ ഹോസ്പിറ്റൽ വളരെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിനെ ഒന്നും അങ്ങനെ താറടിച്ച് കാണിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്. പക്ഷേ അവിടുത്തെ ഈ നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട നിലവിൽ നമ്മൾ ഈ കണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഇത്തരത്തിൽ ഒന്നും ഉണ്ടാകില്ല. അത് ആരോട് സംസാരിച്ചാലും ആശ്ചര്യപ്പെടുന്നതും പരിഹാസമുള്ളതുമാണ്. കാരണം വീട്ടിലേക്ക് ഒരു പെൺകുട്ടികൾ ഫോൺ ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് കുട്ടികൾ തന്നെയാണ് ഞങ്ങളോട് പറയുന്നത്. ഈ ചെയർമാൻ തന്നെ കേൾപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ റെക്കോർഡ് ചെയ്ത ഭാഗം കുട്ടികളെ എന്ന് പറഞ്ഞാൽ. വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ സാധിക്കില്ല. അവരുടെ അലക്കുന്ന സ്ഥലത്ത് പോലും CCTV വെപ്പിക്കുന്നു. പിന്നീട് ഏതെങ്കിലും ഒരു ഫോൺ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരസ്യമായിട്ട് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്ക് മുമ്പിലും അവരുടെ മുഴുവൻ ചാറ്റുകളും പേഴ്സണൽ മെസ്സേജ് ഉൾപ്പെടെ വായിക്കുക. ബോഡി ഷെയ്മിംഗ് ആണെങ്കിൽ ഓരോ കുട്ടികളെയും ക്യാബിനകത്ത് വന്നു കഴിഞ്ഞാൽ ബോഡി ഷെയ്മിംഗ് നടത്തി. ഇതേ കുട്ടികളോട് പറഞ്ഞു വ്യക്തിപരമായി ഏതെങ്കിലും ഒരു താല്പര്യത്ത് അങ്ങനെയാണ് കുട്ടികളുടെ മൊഴി. ക്യാബിനകത്ത് നിന്ന് ബോഡി ഷെയ്മിംഗ് നടത്തും എന്നുള്ളതാണ് മൊഴി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആത്മഹത്യാ ശ്രമം നടന്നത്. കുട്ടി വളരെ ഗുരുതരമായി വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലാണുള്ളത്. അതാണ് ആത്മഹത്യാ ശ്രമം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യാ ശ്രമം അത് നടന്നത് കേവലമായ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി മാത്രമല്ല എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണോ യുവജന കമ്മീഷന്റെയും ആവശ്യം? അല്ല, ഈ വിഷയത്തിൽ ചെയർമാൻ ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബോധ്യപ്പെടേണ്ടതാണ്. ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ വാർഡനാണ് കുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുള്ളത്. വാർഡൻ തുടർച്ചയായി, അതായത് സ്വന്തം സ്ഥാപനത്തിന് ആശുപത്രി അവരുടെ തന്നെ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ രാത്രി 11:30-12 മണി വരെ ഇതേപോലെയുള്ള അപഹാസ്യമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തുന്ന ഹോസ്റ്റലുകൾ ഇത് ഒന്നായിരിക്കില്ല. ഒരുപാട് ഹോസ്റ്റലുകൾ കേരളത്തിൽ ഉണ്ടാവാം. നമ്മളൊന്നും അത് അറിയാതെ പോകുന്നതാവണം. അത്തരം ഹോസ്റ്റലുകൾക്കെതിരെ എന്ത് നടപടിയെടുക്കാൻ കഴിയും ശ്രീ ഷാജർ, യുവജന കമ്മീഷൻ? നമ്മുടെ ശ്രദ്ധയിൽ വന്നതിപ്പം ഈ മൻസൂർ ഹോസ്പിറ്റലിലെ വിഷയമാണ്. അപ്പോൾ ഇവരുമായി ഇപ്പോൾ KNMCയോട് നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ട് തേടുന്നുണ്ട്. പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തുടർന്ന് KNMC തന്നെയാണ് ഇത് ജനറൽ നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫേഴ്സ് കൗൺസിലിൻ്റെ കീഴിലാണ്. KNMCയോടും ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് തേടി വളരെ വിശദമായി തന്നെ ഈ വിഷയത്തിൽ കുട്ടികളുടെ എല്ലാം മൊഴി. പൊതുവെ ഇത്തരം സ്ഥാപനത്തിൽ ചിലപ്പോൾ ചില കുട്ടികൾ ഭയന്ന് ചില കാര്യങ്ങൾ പറയാതിരിക്കുമായിരിക്കും. വളരെ പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. ജനറൽ നഴ്സിംഗ് ആണ്. അത്തരം ഒരു സ്ഥാപനത്തെ ഈ തരത്തിൽ നമ്മുടെ കീഴിൽ വളരെ 10-20-25 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നിലക്ക് അവിടെ ഈ നിലവിലെ ഒരവസ്ഥ ഒരിക്കൽ പോലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ നിലവിൽ വിദ്യാർത്ഥികൾ പറഞ്ഞ മൊഴി അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു തരത്തിലും കഴിയില്ല. ഈ KNMCക്ക് അവർക്ക് നിലവിൽ പുതിയ സീറ്റ് കൊടുക്കാൻ വേണ്ടി പോലും സാധ്യതയില്ല. പ്രാഥമികമായി ബോധ്യപ്പെടുന്ന കാര്യം ഇവർക്കൊന്നും ഒരുപക്ഷെ പ്രതികരിക്കാനൊന്നും അറിയില്ല. പാവപ്പെട്ട കുഞ്ഞുങ്ങളല്ലേ തീർച്ചയായും നഴ്സിംഗ് വിദ്യാർത്ഥികളായി എത്തുന്നത്. ഇത്തരം വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം വിഷയങ്ങളിൽ ഇതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ തന്നെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം. കാരണം ഇത്തരം വിഷയം നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വിഷയം അവസാനിച്ച് പുതിയതിലേക്ക് ഇതുപോലുള്ള ഹോസ്റ്റലുകളൊക്കെ കണ്ടെത്തണം. അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കണം. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പല ഹോസ്റ്റലുകളിലും ഇതേപോലെ വിദ്യാർത്ഥിനികൾ ഈ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരുണ്ടാവും. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ യുവജന കമ്മീഷനെയോ ഇല്ലെങ്കിൽ സംവിധാനങ്ങളെയോ ബന്ധപ്പെടുക എന്നുള്ളതാണ്. താങ്ക് യു ഷാജർ എത്തിയതിന്. മൻസൂർ ആശുപത്രിയിൽ നിന്നിലെ മൊഴിയെടുപ്പിൽ ഷാജർ പറയുന്നത് അവിശ്വസനീയമായ കാര്യങ്ങളാണ് കേട്ടത് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു ഗുവാണ്ടനാമോ ജയിലിൽ പോലും ഇതിനേക്കാൾ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമല്ലോ. ആലോചിച്ച് നോക്കിയാൽ സ്വന്തമായിട്ട് കാശ് ഹോസ്റ്റലിൽ കൊടുത്ത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെയാണ് അവരുടെ ഫോണുകൾ രഹസ്യമായിട്ട് ടാപ്പ് ചെയ്യുന്നത്, അവരുടെ ബോഡി ഷേമിംഗ് നടത്തുന്നത്. പെൺകുട്ടികളടക്കമുള്ള വനിതാ ഹോസ്റ്റലിലേക്ക് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ചെയർമാൻ പോയി റെയ്ഡ് നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഇതൊക്കെയാണ് പല ഹോസ്റ്റലുകളുടെയും സ്വകാര്യ ഹോസ്റ്റലുകളുടെയും അവസ്ഥ എന്നുള്ളത് രക്ഷിതാക്കൾ കൂടി അറിയണം. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിനുള്ള മിനിമം സ്വാതന്ത്ര്യവും പ്രൈവസിയും ഒക്കെ അതവരുടെ മാനസിക നിലയെ വല്ലാതെ തകർത്തുകളയും. അതുകൊണ്ട് ഈ വിഷയത്തിൽ
കാര്യത്തിൽ യുവജന കമ്മീഷനും സംസ്ഥാനത്തെ പോലീസിംഗ് സംവിധാനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളും എല്ലാം ഉണർന്നു തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾക്ക് നൽകാനുള്ള അപേക്ഷ. എന്തായാലും ആ കുഞ്ഞിൻ്റെ അവസ്ഥ, ആരോഗ്യനില ഇപ്പോഴും പൂർണ്ണമായും മെച്ചപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന വാർത്ത. ഒരു പറഞ്ഞു പോകുന്നൊരു വാക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുണ്ടാക്കുന്ന ആഘാതം അത്ര ചെറുതായിരിക്കില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്